ചെങ്കോലേന്ത്യ IMS അമ്മയുടെ പ്രിയ മക്കളെ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ജീവിത ഭാരവും പാപവും നമ്മുടെ ജീവിതത്തെ വിപരീതമായി ബാധിക്കുന്ന രണ്ട് ദോഷശക്തികളാണ്. അവ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ മായ്ക്കുകയും സന്തോഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. പാപത്തിൽ വീഴുന്ന ആളുടെ ജീവിതം പൊടുന്നനവേ തകരുന്നു. ജീവിതഭാരം അല്പാൽപമായി നമ്മെ നശിപ്പിക്കും. പാപം ഹൃദയരോഗം പോലെ പെട്ടെന്ന് നാശം വരുത്തുമെങ്കിൽ ജീവിതഭാരം അർബുദം പോലെ ക്രമേണ നാശം വരുത്തും. പലരെയും പാപം അലട്ടുന്നുണ്ട്. അവരുടെ ശുഭപ്രതീക്ഷ പോലും നഷ്ടപ്പെടും. ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും ചില പാപങ്ങൾ പിന്നെയും ജീവിതത്തിൽ ഇത്തിൽ കണ്ണി പോലെ പറ്റിപ്പിടിക്കും. ഈ നീരാളിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് സംശയിച്ചു പോകും. അതുപോലെ തന്നെ വൈഷമ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ജീവിതം ഭാരമായിത്തീരുന്നു. എങ്ങനെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റും, ശിഷ്ടായുസ് എങ്ങനെ മാന്യമായി ജീവിക്കും എന്നീ വിധത്തിലുള്ള ചിന്തകൾ ഭാരമായിത്തീരും. ഈ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും അനുഭവങ്ങൾ നിരാശജനകമാണെങ്കിലും ഭാരപ്പെട്ട് നിരാശപ്പെടാതിരിക്കുകയാണ് ആവശ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച കാലത്ത് വലിയ കഴിവുകളൊന്നും പ്രദർശിപ്പിച്ചിരുന്നില്ല. കഠിന ശ്രമത്തിൻ്റെ ഫലമായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ഡിഗ്രി കരസ്ഥമാക്കി. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് താൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന ഹാരോ സ്കൂളിലേക്ക് പ്രസംഗത്തിന് സ്കൂൾ അധികാരികൾ ക്ഷണിച്ചു. വാചാലമായ ഒരു പ്രസംഗം പ്രതീക്ഷിച്ച് കാത്തിരുന്ന സദസ്സിൽ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം ചെയ്ത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഒരിക്കലും നിരാശരായി ശ്രമം വിടരുത്. ഒരിക്കലും ശ്രമം വിടരുത്. ഒരിക്കലും 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 ശ്രമം അവസാനിപ്പിക്കരുത്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ഇരുന്നു. ജീവിതകാലം മാത്രമല്ല, മരണസമയം വരെയും പാപത്തിനെതിരെ നാം പോരാടുന്നവരായിരിക്കണം. ഒരിക്കൽ ആരംഭിച്ച ശ്രമം ഫലം ലഭിക്കുന്നതുവരെ അവസാനിപ്പിക്കരുത്. അതിനുള്ള കൃപ നിങ്ങൾക്ക് IMS അമ്മയിലൂടെ ലഭിക്കട്ടെ. IMS അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. IMS അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. IMS അമ്മ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ആമേൻ.